ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാവുന്ന ചില ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരിട്ട് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് മിക്ക കാർഷിക മേഖലകളിലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവ കുറച്ചു കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ലോകത്ത് ആകമാനം ഉപയോഗിക്കുന്ന കെമിക്കലുകൾ മനുഷ്യ ശരീരത്തിന് എന്ന പോലെ തന്നെ മറ്റു മൃഗങ്ങൾക്കും പ്രകൃതികൾക്കുമെല്ലാം ദോഷകരമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ഗവൺമെൻറ്റിതര സ്ഥാപനങ്ങളുമൊക്കെ ഇപ്പം കെമിക്കലുകൾ ധാരാളമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ബദലായിട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, ജൈവവളങ്ങൾ, ജൈവ ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് വിവിധ തരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേഖലയിൽ നമുക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് വിജയിക്കുന്നത് അല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ആരംഭിക്കാവുന്ന 1-2 ഉൽപ്പന്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായിട്ട് ഫെർട്ടിലൈസേഴ്സ്, ബയോ കമ്പോസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ മിച്ചം വരുന്ന ഫുഡ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ് മുതലായവ മണ്ണിര കമ്പോസ്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതുവഴി നമുക്കൊരു വരുമാനം കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താമെന്നല്ലേ, നമ്മൾ വീട്ടിൽ ആവശ്യമില്ലാതെ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗശൂന്യമാക്കി കളയുന്ന വേസ്റ്റ് ഭക്ഷണങ്ങൾ, പച്ചക്കറി ഒക്കെ നമ്മൾ അരിഞ്ഞിട്ട് അതിൻ്റെ മിച്ചം വരുന്ന വസ്തുക്കൾ ഇവയെല്ലാം നമ്മൾ മണ്ണിര കമ്പോസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവയെ നമ്മൾ വിപണനാടിസ്ഥാനത്തിൽ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഓൺലൈൻ വഴി തന്നെ നമുക്ക് ബിസിനസ് കണ്ടെത്താൻ സാധിക്കും. ഈ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് വിപണിയിലെത്തിക്കാൻ സാധിക്കും. ഓൺലൈനിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത് നമുക്ക് വിപണിയിലെത്തിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അഡ്വർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയ വഴി ചെയ്ത് നിങ്ങൾക്ക് തന്നെ വിപണിയിലെത്തിക്കാം. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണിര കമ്പോസ്റ്റിന് എന്നാൽ ആവശ്യക്കാർ ധാരാളമാണ്. അതുപോലെ അടുത്തൊരു ഉൽപ്പന്നമാണ് ചകിരിച്ചോറ്. ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ടും തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തേങ്ങയുടെ ലഭ്യത വളരെ കൂടുതലായിരിക്കും, തൊണ്ടിൻ്റെ ലഭ്യത വളരെ കൂടുതലായിരിക്കും. അങ്ങനെ തൊണ്ട് നിങ്ങൾ സംസ്കരിച്ച് ചകിരിച്ചോറാക്കി മാറ്റുകയാണെങ്കിൽ അതിനും നല്ലൊരു വിപണി നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ചകിരിച്ചോറൊക്കെ വലിയ വലിയ ബിസിനസ് ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറുകിട ബിസിനസ്സായിട്ടും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ആവശ്യക്കാർ ഒരുപാടുണ്ട്, ഉൽപ്പാദകർ വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ 2 കാര്യത്തിലും വേറിട്ട് നിൽക്കുന്നത്. മണ്ണിര കമ്പോസ്റ്റിന് ആവശ്യക്കാർ ധാരാളമാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ മറ്റൊന്നും കെമിക്കലുകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഫലഭൂഷ്ഠതയുള്ള അല്ലെങ്കിൽ നല്ല ജൈവവളമാണ് മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ചിലവ് വരുന്ന വളരെ തുച്ഛമായ ചിലവ്, ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നമ്മൾ വേസ്റ്റിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളിതിനെ വേസ്റ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്ത് മാർക്കറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ചകിരിച്ചോറ്, തൊണ്ട് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ട് പല സ്ഥലങ്ങളിലും. അവ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ആ വേസ്റ്റ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഡ്രൈ ആക്കുകയോ അതിനെ ഒന്നുകൂടെ സംശീകരിച്ചെടുത്തിട്ട് വിപണിയിലെത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും നല്ല വരുമാന മാർഗ്ഗമാണ് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. ഇങ്ങനെ ഈ 2 പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇതിൽ വരുന്നില്ല. അതുപോലെ അധിക സമയം നിങ്ങൾ മെനക്കെടേണ്ടി വരുന്നില്ല. ആകപ്പാടെ നിങ്ങൾക്ക് വരുന്നതെന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ടൈമാണ്. ഇത് കുറച്ച് ടൈമൊന്നും നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബിസിനസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അതുപോലെ തന്നെ ഇതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് നമുക്ക് വലിച്ചെറിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടുപോയി കളയുക എന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമുക്കതിനെ സംസ്കരിച്ച് മണ്ണിര കമ്പോസ്റ്റാക്കി മാറ്റാം. അപ്പം അതുകൊണ്ട് നമുക്കെന്താണ് ഗുണം? ഒന്നെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ പച്ചക്കറികളുണ്ടെങ്കിൽ നമുക്ക് ജൈവവളം ഉപയോഗിച്ചുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ
ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്കിത് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്ക് മറ്റുള്ള മേഖലയിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വിൽപ്പന നടത്തി നല്ലൊരു വരുമാന മാർഗ്ഗം ഇതിലൂടെ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഒരു കാരണവശാലും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാനുള്ള എല്ലാവിധ മെറ്റീരിയലുകളും എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ബിസിനസ് ആശയങ്ങളെല്ലാം നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട്. നിങ്ങളതിനെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ എല്ലാവിധ അവസരങ്ങളും. നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മതി, നിങ്ങൾക്കവിടെ അവസരങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം അതിൽ ശ്രദ്ധിക്കണം, എപ്പോഴും നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഈ ബിസിനസ് തനിക്ക് പറ്റുമോ എന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഇറങ്ങാനായിട്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ല ബിസിനസ് ഐഡിയകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.